2026 ജനുവരി മാസം 4-ാം തീയതി മുതൽക്ക് 10-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും, മേഷാദി എല്ലാ കൂറുകാർക്കും ഉള്ള സാമാന്യ ഫല നിരൂപണമാണ് ഇവിടെ നടത്തുന്നത്. അടുത്തത് മിഥുന കൂറാണ്. ജമിനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന മകയിരം അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർദത്തിൻ്റെ 3/4, 1, 2, 3 പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. 7-ാം ഭാവത്തിൽ ചതുർഗ്രഹ യോഗം വരുന്നുണ്ട്. സൂര്യൻ, ബുധ, ശുക്ര, കുജ യോഗമാണ് 7-ൽ വരുന്നത്. ധനു രാശിയിൽ ജോലി സംബന്ധമായിട്ട് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കൂടാവുന്നതാണ്. മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവൻ്റെ ഹയറപ്സ് ഒക്കെ ആയിട്ട് ചോദ്യോത്തരങ്ങൾ ഉണ്ടാകാം. അതിൽ ചില പ്രശ്നങ്ങളിലേക്ക് കൂടാൻ സാധ്യതകളുണ്ട്. കഴിയുന്നതും വാക്കുകളിൽ വളരെ ശ്രദ്ധിക്കുക. ചില കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെട്ടു എന്നുള്ളത് കൊണ്ടുണ്ടാകാവുന്ന ചില പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. ധനപരമായിട്ട് ചില ചിലവ് കുറച്ച് കൂടുതൽ വരാം. ആരോഗ്യ സംബന്ധമായിട്ടുള്ള ചിലവുകൾ, അതായത് മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് ഉണ്ടായേക്കാം. എങ്കിലും ധനാഗമ മാർഗങ്ങൾ, പുതിയ അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് മറ്റ് ഫിസിക്കലായിട്ടുള്ള കുഴപ്പമൊന്നും ഉണ്ടാവുന്നില്ല, എങ്കിലും മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറക്കക്കുറവും ഒക്കെ ഉണ്ട്, അത് സൂക്ഷിക്കേണ്ടതാണ്. കുടുംബപരമായിട്ട് ഭാര്യ ഭർത്താവ് ഇവർ തമ്മിലുള്ള ബന്ധങ്ങളിൽ കുറച്ച് കൂടിയ ശ്രദ്ധ വേണ്ട കാലമാണ്. ചില തെറ്റിദ്ധാരണകളും അതുമൂലം ഉണ്ടാകാവുന്ന ചില ഫ്രിക്ഷനും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകാം. ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ദക്ഷിണാമൂർത്തിയെ ധ്യാനിക്കുക, ദക്ഷിണാമൂർത്തിയുടെ മന്ത്രം ജപിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളും, പച്ച നിറത്തിന് പ്രാധാന്യമുള്ള വസ്തുക്കൾ ഉപയോഗിക്കുക, വസ്ത്രമാണെങ്കിലും മറ്റു കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുക, പച്ച പയർ ദാനം ചെയ്യുക, ഇതൊക്കെയും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്.